മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. എക്സാലോജിക്കിന്റെയും കരിമണൽ കമ്പനിയായ CMRLന്റെയും ഇടപാടുകൾ ദുരൂഹമെന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് ഇന്നലെ പുറത്തിറങ്ങിയ റിപ്പോർട്ട്. ഈ മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം ഇത് തന്നെയാകും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് അതിന് കുരുക്ക് മുറുകുന്നു എന്ന രീതിയിലാണല്ലോ വാർത്തകൾ വരുന്നത്. മാത്രമല്ല, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതിശക്തമായ വാക്കുകളിലൂടെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ അന്വേഷണത്തിന് ശേഷം ഉള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി സാധൂകരണം നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചതും ഈ റിപ്പോർട്ട് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഈ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ എക്സാലോജിക്കും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം വിശദമായ ഒരു അന്വേഷണത്തിന് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം മതിയായ രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് കൃത്യമായ സമയം നൽകിയിരുന്നു. എന്നാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏത് സോഫ്റ്റ്വെയർ സേവനത്തിനാണ് ഈ തുക കൈപ്പറ്റിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ രേഖകൾ നൽകാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കുന്നതും. ഈ ഒരു സേവനത്തിന് ഏത് സേവനത്തിനാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് എക്സാലോജിക്കാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. ഇത് സേവനത്തിനുള്ള പണമല്ല, മറിച്ച് മാസപ്പടിയാണ്, ഇത് അഴിമതിയാണ് തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ROCയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അതിൽ ഈ എക്സാലോജിക്ക് ഏത് സേവനത്തിനാണ് ഈ പണം വാങ്ങിയത് എന്ന് അവർക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുള്ളത്. ഇത് തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഇത് മാസപ്പടിയാണ്, അഴിമതിയാണ്. ഇക്കാര്യത്തിൽ CMRLന്റെ സർക്കാർ ഓഹരിയുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. സ്വാഭാവികമായും 25-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും എക്സാലോജിക്കും അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ ROCയുടെ ഈ റിപ്പോർട്ടുമായിരിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം എന്ന പ്രതിപക്ഷം ആവശ്യപ്പെടും. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ കടുത്ത പ്രതിരോധത്തിലാക്കാൻ പോകുന്നതും ഈ പ്രതിപക്ഷത്തിന് ലഭിച്ച ഈ ആയുധം തന്നെയാകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുമായി CPM പറയുന്നത് ഈ ഒരു ROCയുടെ റിപ്പോർട്ടിൽ ഒരു പുതുമയുമില്ല. കാരണം നേരത്തെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അതേ പകർപ്പ് തന്നെയാണ് ROCയുടെ റിപ്പോർട്ടിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ തങ്ങൾ ഭയപ്പെടുന്നതുമില്ല, അന്വേഷണത്തിലൂടെ എല്ലാ സത്യവും പുറത്തു വരട്ടെ എന്നുള്ളതാണ് CPMന്റെ നിലപാട്. എന്നാൽ അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം ലഭിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. SKN. താങ്ക് യു VA ഗിരീഷ്. ബിന്ദു സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കല്യാണത്തിന് പോയെന്നേ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണത്തിന് പോയിരുന്നു. ഭാഗ്യം ചെയ്തവളാണ്. കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ കേരളത്തിലെ കല്യാണമാണ് ഇത്. അതുപോലെ അമ്മു പറയുന്ന SKN ഗോപികൃഷ്ണൻ്റെ ശൈലജ ടീച്ചറുമായുള്ള ഇൻ്റർവ്യൂ നന്നായി, മുരളീധരനുമായുള്ള ഇൻ്റർവ്യൂ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കും തോന്നി, നല്ല അഭിമുഖമായിരുന്നു അത്. ലൂക്കോസ് യോഹന്നാൻ, ഗുഡ് മോർണിംഗ് SKN. ഇന്നതാ ലേറ്റായത്, ഇന്നലെ ഉറങ്ങാൻ വൈകിയോ? ഉറങ്ങാൻ വൈകിയതല്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഈ മോർണിംഗ് ഷോയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് പായ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുക. കിടന്നാൽ ഉറക്കം വരണ്ടേ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, എന്നിട്ട് ഉറക്കം വന്നില്ല. അവസാനം ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ലേശം ലേറ്റായതുപോലെ തോന്നിയുള്ളൂ കേട്ടോ.